പാറ താഴെ ഇങ്ങ് അറ്റത്താണ് ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പം ഇവിടെ ഈ പാറയുടെ കൊടിയരപ്പാറ ഒരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ പ്രചോദനം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടുത്തെ ഒരു ഷോട്ട് ഇട്ടായിരുന്നു. അപ്പോൾ ഷോട്ട് ഇട്ടപ്പോൾ 1-2 കമൻറ്റ്സ് വന്ന് നല്ല സ്ഥലമാണ്, കണ്ടാൽ കൊള്ളാവുന്നുണ്ടെന്ന് 1-2 പേർ പറഞ്ഞു. അപ്പം അതനുസരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടിയരപ്പാറയെന്ന് പറഞ്ഞാൽ പാറയുടെ ഏറ്റവും താഴെ അറ്റമാണ്. ഇങ്ങ് ഏറ്റവും താഴെ അറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മേളിലോട്ട് പോയിട്ട് അങ്ങ് മേളിലോട്ടുള്ള കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് ആറങ്ങനെ താഴോട്ട് പോകണം. നമ്മളിവിടെ നിന്ന് മേളിലോട്ടാണ് നോക്കിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ട്, വെള്ളം വറ്റി കിടക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ വെള്ളമുള്ള സമയത്ത് നല്ല വെള്ളച്ചാട്ടവും ചെറിയ നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയ ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ വലിയൊരു മരം ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് അടുത്തോട്ട് പോയി നോക്കാം. ഇവിടെ ഇത്രയൊക്കെ വെള്ളമുള്ളൂ, ഇത്രയൊക്കെ വെള്ളം ഇവിടെയൊക്കെ ഉള്ളൂ. വെള്ളം വേനലായിട്ട് വെള്ളം വറ്റി വരണ്ട് കിടക്കുന്നൊരു സമയമാണ്. ഇവിടെ നിന്ന് നല്ല മഴയുള്ള സമയത്ത് ആറ്റിൽ വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയങ്ങളിൽ ഇവിടെയൊന്നും നമുക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഇവിടെയൊക്കെ നല്ല തണലും കാര്യങ്ങളും. മേളിലോട്ട് അത് കുന്നാണ്, പുൽമേടാണ്, അങ്ങോട്ട് പുൽമേടാണ്. ഇതിൽ വന്നിട്ട് ഇങ്ങോട്ട് അങ്ങ് കുറേ മേളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ടും പുൽമേടാണ്. അപ്പോൾ പുൽമേടിൻ്റെ നടുക്കൂടെയാണ് നമ്മുടെ ഈ ആറ് തോട് പോകുന്നത്. ഇവിടെ നല്ല വെള്ളച്ചാട്ട സമയങ്ങളിൽ ഇവിടെ കാണാനായിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റാണ്, നല്ല സ്ഥലമാണ്. ഇപ്പം നല്ല തണലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പൊളിയാണ്. ഇവിടെ ഒന്നും ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. തണലത്ത് നല്ല വെയിലടിച്ച് മൂക്കണ സമയത്ത് നല്ല തണലുണ്ട് ഇവിടെയൊക്കെ. അങ്ങോട്ട് പോയി നോക്കാം. അതിൻ്റെ ഒരു ചാല് ഇവിടെ കൂടി ഇതിലേ വരുന്നുണ്ട്. മേളിലോട്ട് പുൽമേടാണ്. ഇവിടെ ഒരു മരം വീണ് കിടപ്പുണ്ട്. ഇപ്പോൾ അടുത്ത വെള്ളം വരുന്ന സമയത്ത് ഈ മരത്തിനെ ചിലപ്പോൾ കൊണ്ടുപോവാൻ ഈ കിടക്കുന്ന തടീന് ചിലപ്പോൾ വെള്ളം കൊണ്ടുപോകേണ്ട ഒരു സാധ്യതയുണ്ട്. അവിടെ ഒരു കുഴിയുണ്ട്, ഇവിടെ ഒരു കുഴിയുണ്ട്. നമുക്ക് ആ കുഴിയിലോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് ആ കുഴി. കുഴിയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ അതാ വെള്ളത്തിൻ്റെ ഈ കരിയിലരെയൊക്കെ പശയാണ് അങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. മേളിലോട്ട് പുൽമേട്, ഇവിടെ ഇങ്ങനെ ആറും പാറയുമായിട്ട് സെറ്റാണ്. പൊളി തന്നെ. കുളിക്കാൻ നല്ല ഇതാണ്, ഇവിടെ കുളിക്കാൻ സെറ്റായിരിക്കും. പൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അത്യാവശ്യം താഴ്ചയുണ്ട്. ഒരു 1-1.5 ആൾ താഴ്ച കൊണ്ട് തോന്നുന്നു ഈ കുളം. ഞാൻ മുമ്പ് ഈ കുളത്തിലിറങ്ങി കുളിച്ചിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം എങ്ങനെ അറിയാക്കില്ല. ഇങ്ങോട്ട് പുൽമേടാണ്, മേളിലോട്ട് പുൽമേട്. ഇവിടെ ഈ കുളത്തിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. പുൽമേടിന് നമുക്ക് ആറിൻ്റെ അക്കരെ കയറേണ്ടതായിട്ടുണ്ട്. അക്കരെ കയറിയിട്ട് നമുക്ക് അക്കരെ സൈഡിൽ കൂടെ കയറിപ്പോയി മേളിലോട്ട് പോകും. യെസ്, അവിടെ ഒരു വെള്ളം വറ്റി കിടക്കുന്നതായതുകൊണ്ട് വലിയ വെള്ളമില്ലാത്തതുകൊണ്ട് കാണാൻ വലിയ ഇതൊന്നുമില്ല. മഴ സമയത്ത് പൊളിയാണ്. ഇവിടെ ഈ ഒരു കുളമുണ്ട്. ഇവിടെയൊക്കെ നല്ല തണലാണ്. നമുക്ക് ഇതിലെ കാട്ടിക്കുടി കയറിയിട്ട് മേളിൽ പോയി നോക്കാം. കാട്ടിക്കുടി കയറി വീണ്ടും ആറ്റിലിറങ്ങിയിട്ടുണ്ട്. ഞാൻ വെള്ളമുള്ള സമയത്ത് ഇവിടെ നിന്നുകൊണ്ടാണ്
ഒരു ഷോട്ട് ഇട്ടായിരുന്നു. അത് ഇവിടെ നിന്നാണ് ആ ഷോട്ട് ഇട്ടത്. ഇനി നമുക്ക് അങ്ങ് കയറിയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആണ് കൊടിയരപ്പാറ. ഇവിടെ പുൽമേടിന് നടുക്കാണ് ആറും വെള്ളവും പാറയും എല്ലാം. നന്നായിട്ടുള്ള സ്ഥലമാണ്, നല്ല സ്ഥലമാണ്, കാണാൻ ഒരു രക്ഷയില്ല. പൊളി സ്ഥലമാണ് കൊടിയരപ്പാറ. അങ്ങനെ നമ്മൾ കൊടിയരപ്പാറയും കണ്ടിട്ട് മണ്ണാങ്കോണം എന്ന് പറഞ്ഞ ഗ്രൗണ്ടിലേക്കാണ് ഇനി ഞാൻ പോണത്. ഇവിടെ കൊടിയരപ്പാറ ആ പാറയിൽ ഉൾപ്പെട്ട പാറകളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ പാറകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കുറേ അങ്ങ് അപ്പുറത്ത് പോകുമ്പോഴത്തേന് അവിടെ ഒരു ജംഗ്ഷനും വലിയൊരു ഗ്രൗണ്ടും ഉണ്ട്. അതാണ് മണ്ണാങ്കോൺ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. നല്ല വെയിലാണ്, ഒരു ഉച്ച സമയമായതുകൊണ്ട്. ഇതൊരു ചതുപ്പ് സ്ഥലമാണ്. ഇവിടെ പോത്തും പന്നിയൊന്നും അങ്ങനെ ഇറങ്ങൂല. അങ്ങനത്തെ ഒരു ചതുപ്പ് സ്ഥലമാണ്. അവിടെ താന്നു പോവും ഇറങ്ങിക്കഴിഞ്ഞാൽ. ഇതാ മണ്ണാങ്കോണിലെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ചെറുതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് അടുത്തോട്ട് പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈന്തിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവിടെ ഒരു ഈന്തി നിൽപ്പുണ്ട്. എവിടെ? കുന്നിൻ്റെ മുകളിലോട്ട് ചിലപ്പോൾ കാണുമായിരിക്കും. കുന്നിൻ്റെ മുകളിലോട്ട് ഈ സൈഡിലോട്ട് ഈന്തിയില്ല. ഈ സൈഡിലോട്ടാണ് ഈന്തിയുള്ളത്. ഇതാണ് കുന്ന്, മൊട്ടക്കുന്നാണ്. വലിയ പുല്ല് അധികം പൊക്കമായിട്ട് പൊങ്ങൂല, അങ്ങനെയുള്ള കുന്നാണിത്. അപ്പം അങ്ങനെയുള്ള കുന്നുകളിലാണ് ഈന്തി ഉള്ളത്. ഇതാണ് നമ്മുടെ മണ്ണാങ്കോണം ജംഗ്ഷൻ ഗ്രൗണ്ട്. ഇവിടെയൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെയാണ് വെച്ച് നടത്താറാണ് പതിവ്. ഹൈമാറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കത്തും, ഇടയ്ക്ക് കത്തൂല, അങ്ങനത്തെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതിനിപ്പോൾ കുഴപ്പമില്ല, കത്തുന്നുണ്ട്. ഇതിൻ്റെ മേളൊരു ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് പോലെയുള്ളൊരു സംഭവമുണ്ട്. കിണറുണ്ട്, തണലിന് മരങ്ങളുണ്ട്, പിന്നെ ഇരിക്കാൻ കമ്മ്യൂണിറ്റി ഹാളുണ്ട്, പിന്നെ ഇരുന്നിട്ട് ബോറടിക്കാതെ ഇരിക്കാൻ വേണ്ടി വൈഫൈ ഉണ്ട്, കറണ്ടുണ്ട്, ബാത്റൂമുണ്ട്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടുണ്ട്. നേരത്തെ കടയായിരുന്നു, ഇപ്പോൾ കട അങ്ങനെ പ്രവർത്തനമൊന്നുമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. മരങ്ങളൊക്കെ വെറിയടിച്ച് ഇലയൊക്കെ തൊയിഞ്ഞ് ഒരു പരുവായിട്ട് കിടക്കുകയാണ്. വൈഫൈ ഉണ്ടോ എന്തോ ഇവിടെ? നേരത്തെ വൈഫൈ ഉണ്ടായിരുന്നു, പിടിച്ച് നോക്കിയാലേ അറിയാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ
നമ്മുടെ മണ്ണാങ്കോണം ജംഗ്ഷൻ. ഇതാണ് മണ്ണാങ്കോണം ജംഗ്ഷൻ. നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഞാൻ അങ്ങോട്ടാണ് പോണത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ കാഴ്ചകളും ഇതുണ്ട്. ഇവിടെയും വന്നേറ്റവും വലിയ കാഴ്ചകളൊന്നുമില്ല. ഞാൻ അപ്പം കൂടെയാണ് വന്നത്. കുടയും പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? നൂത്തുപിടി. വെയില എന്നാണ് തലയിൽ തോർത്ത് കെട്ടിരിക്കുന്നത്. വൈഫൈ ഞാൻ പിടിച്ച് നോക്കി, വൈഫൈ സ്പീഡൊന്നുമില്ല. അങ്ങനെ ഞാൻ മണ്ണാങ്കോണവും കഴിഞ്ഞിട്ട് അതിന് ഇക്കരെ ഒരു പുൽമേടുണ്ട്. ആ ഇക്കരത്തെ പുൽമേട്ടിൽ കയറിയിട്ടുണ്ട്. അവിടെ ഭയങ്കര വെയിലാണിപ്പോൾ. തലയിൽ തുണിയൊക്കെ കെട്ടിയിട്ടാണ് പോണത്. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര വെയിൽ. ഈ പുൽമേടിൻ്റെ മേളിൽ കയറുമ്പോൾ ഒരു പഴയ റോഡുണ്ട്. ആ റോഡിലൂടെ കുറേ പുൽമേടൊക്കെ പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആസ്തിയാർകുടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ വന്നാലും കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണിച്ച് തരാം. ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റുന്നതാണ്. അഗസ്ത്യാർകുടത്തിൻ്റെ ഭാഗങ്ങളാണ്. അയ്യോ, ഇതാണ് ആ പഴയ റോഡ്. ഇത് മുക്കുത്തിക്കുന്നാണ്. മുക്കുത്തിക്കുന്നിലൂടെ വരുന്ന പഴയ റോഡാണ് ഇത്. പഴയ റോഡല്ല, ഇപ്പോൾ അത് ട്രപ്പാത്തായിട്ടാണ് ഉപയോഗിക്കുന്നത്. റോഡ് നമ്മുടെ വാഹനങ്ങൾ വണ്ടികളൊക്കെ പോണ റോഡ് അക്കരെ കൂടെയാണ്. നമ്മൾ നേരത്തെ കണ്ട മണ്ണാങ്കുളം എന്ന് പറഞ്ഞാൽ അതിലെയാണ് ആ റോഡ്. ഇതിപ്പം ഈ ട്രപ്പാത്താണ്, നടക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വഴിയായിട്ടാണ് ഇതിപ്പോൾ ഉള്ളത്. അങ്ങോട്ട് പോയിട്ട് നമുക്ക് പുൽമേടൊക്കെ കയറി നോക്കാം. ഈ വഴി അങ്ങ് കുറേ അറ്റം അങ്ങ് പോകുന്നേരെയും സൈഡ് പുൽമേടാണ്. വൈകുന്നേരം കോളിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോത്തുകളും പന്നികളൊക്കെ, പന്നിയല്ല പുല്ലുവാൻ വേണ്ടി പോത്തും പ്ലാവ് കേഴമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൃഗങ്ങളിലെയൊക്കെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഭയങ്കര പോത്തിൻ്റെയും കാട്ടുപോത്തിൻ്റെയൊക്കെ ഭയങ്കര ശല്യം പിടിച്ചൊരു ഏരിയയാണ് ഇതൊക്കെ. വൈകുന്നേരം കോളിനൊക്കെ വന്നു കഴിഞ്ഞാൽ പുല്ലൊക്കെ മേഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണാം. നമ്മുടെ അഗസ്ത്യാർകുടം ചെറുതായിട്ട് ഇതാ കാണുക. അത് നല്ല വേനലായതുകൊണ്ട് നമ്മൾ ഞാങ്കെന്ന് പറയും. അതുകൊണ്ടാണ് കാണാൻ നല്ല ക്ലിയർ ആവാത്ത. വെയിലിൻ്റെ ഓരാണ് അങ്ങനെ പുക ഓരോ കിടക്കുന്നത്. രാവിലെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ചില സമയങ്ങളിൽ വെയിൽ ചൂട് കുറയണ സമയത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.